കുർത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് എത്തിയ കെഎസ്ആർടിസി ബസിന്റെ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾ. ഇത് സംബന്ധിച്ച് എംഎൽഎയ്ക്കും ഉയർന്ന കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരുമടക്കം ആദിവാസി കുടുംബങ്ങൾ നിവേദനം സമർപ്പിച്ചു. വെള്ളിയാഴ്ചയായിരുന്നു കുർത്തിക്കുടിയിലേക്ക് ആദ്യമായി കെഎസ്ആർടിസി ബസ് എത്തിയത്. ബസ് സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിൽ ഉന്നതി നിവാസികൾ വീണ്ടും സമരരംഗത്തേക്ക് എത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആദ്യമായി കുർത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് ഒരു കെഎസ്ആർടിസി ബസ് എത്തിയത്. എന്നാൽ ബസിൻ്റേത് ട്രയൽ റൺ ആണെന്ന് വിശദീകരിച്ച് ശനിയാഴ്ച ബസ് ഉന്നതിയിലേക്ക് എത്തിയില്ല. ഇതോടെയാണ് കുർത്തിയിലേക്ക് എത്തിയ ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യമായി ഉന്നതിയിലെ കുടുംബങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. ബസ്സില്ലാതെ ഞങ്ങൾ 3000-4000 രൂപ കൊടുക്കാൻ ഞങ്ങൾക്ക് ജീപ്പിൽ വിളിച്ചു വരുന്നു. അങ്ങനെ ഒരു കൊച്ചു മരിച്ചുപോയി, എൻ്റെ മൂത്ത ചേർക്കൻ്റെ മോള്. ഞങ്ങളൊരു പേപ്പറിൻ്റെ കാര്യം അന്വേഷിച്ച് അടിമാലിൽ വരണേ, ഞങ്ങൾക്ക് 3500 രൂപ ചിലവാണ്. ഒരു വണ്ടി വിളിച്ച് വരണേ, ഒരു ജീപ്പ് വിളിച്ച് വരണേ, ഓട്ടോറിക്ഷ വിളിച്ച് വരണേ. ഞങ്ങൾക്ക് 2000 ചിലവർ മേടിക്കുന്ന ആൾക്കാരുണ്ട്, ചിലവർ 2500 മേടിക്കുന്നുണ്ട്. ഞങ്ങൾ ആവശ്യത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് മേടിച്ച് കൊണ്ടുപോകാൻ ഒരു മിഠായി പോലും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയ്ക്കും ഉയർന്ന കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർക്കുമടക്കം ആദിവാസി കുടുംബങ്ങൾ നിവേദനം സമർപ്പിച്ചു. വനംവകുപ്പിന്റെ തടസ്സവാദമാണ് ഉന്നതിയിലേക്ക് എത്തിയ ബസ് സർവീസ് നിലയ്ക്കാൻ കാരണമെന്നും ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുന്നു. ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പിന് 3500 രൂപ കൊടുത്ത് വണ്ടി വിളിക്കുകയും ഞങ്ങൾ അടിമാലി യാത്ര ചെയ്യുകയും ഒക്കെ ആയിരുന്നു. ഭയങ്കര ദുരിതമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്കൊരു ബസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഞങ്ങൾക്കും ഞങ്ങളുടെ പിള്ളേർക്കും ഞങ്ങളുടെ കാരണന്മാർക്കൊക്കെ ഭയങ്കര നല്ല ആഗ്രഹമൊക്കെ ആയിരുന്നു. കുർത്തിക്കുടിയിലേക്ക് ബസ് വരുന്നതുമായി സംബന്ധിച്ചുള്ള സമരങ്ങൾ നടന്നു. അതുപോലെ തന്നെ അടുത്ത ദിവസമായിട്ട് നമ്മുടെ കുർത്തിക്കുടിക്ക് ഒരു ബസ് ട്രയൽ റണ്ണായിട്ട് ഓടിയിരുന്നു. അത് ഇപ്പോൾ നമ്മുടെ മൂന്നാർ DFO അത് തടഞ്ഞിരിക്കുകയാണ്. ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കും ദിവസങ്ങൾക്കും മുമ്പ് നടന്ന സമരത്തിനും ശേഷമായിരുന്നു വെള്ളിയാഴ്ച കുർത്തിക്കുടിയിലേക്ക് കെഎസ്ആർടിസി ബസ് എത്തിയത്. ബസ് സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിൽ ഉന്നതി നിവാസികൾ വീണ്ടും സമരരംഗത്തേക്ക് എത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, അടിമാലി.